ഹായ്, അസ്സലാമലൈക്കും. നോമ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ചൂട് സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് ഫലൂഡ സാലഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതിന്. അതിനാവശ്യമായ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാതളം എടുക്കണം. പിന്നെ ഞാനിവിടെ നട്ട്സായിട്ട് എടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. പിന്നെ ഈത്തപ്പഴം, മുന്തിരി ഓപ്ഷനിലാണ്. ഏതെങ്കിലും ഒരു മുന്തിരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇത് ഞാൻ 2 കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ, പിന്നെ ഞാൻ ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തങ്ങ, പിന്നെ നമുക്കതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഫലൂഡ മിക്സ് മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാല് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറ്റി വെച്ച പാല് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കണം. ആപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫലൂഡ മിക്സ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടയിൽ പാക്കറ്റ് ഫലൂഡ മിക്സ് കിട്ടും. ഫലൂഡ മിക്സ് അത് നമ്മൾ ആദ്യം പാലൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആ ഒരു ഫലൂഡ മിക്സ് 10-15 മിനിറ്റ് ഇട്ട് വേവിച്ച് എടുത്താൽ മതി. അതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് തണ്ണിമത്തങ്ങ ഇട്ട് കൊടുക്കാം. തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തങ്ങ, പിന്നെ മുന്തിരി, ഇവിടെ ഞാൻ ബ്ലാക്ക് മുന്തിരിയും ഗ്രീൻ മുന്തിരിയും എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഞാലിപ്പൂവൻ പഴം ഇട്ട് കൊടുക്കാം. ഞാലിപ്പൂവൻ പഴമായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തത്. നമുക്ക് ഞാലിപ്പൂവൻ പഴവും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മാതളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് സാലഡിനൊക്കെ നല്ല ഒരു ഭംഗി കൂട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ മാതളം എന്ന് പറയുന്നത്. പിന്നെ ഒരു കളർഫുൾ, മാതളം ചേർക്കുമ്പോഴൊരു കളർഫുൾ ഉണ്ടാവുന്ന. നമുക്കിനി അതിലേക്ക് തിളപ്പിച്ചാറ്റി വെച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ചാറ്റി ഒന്ന് തണുപ്പിക്കാൻ വെച്ചതാണ് പാല്. നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഷ്കഷ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഷ്കഷും ചേർത്ത് കൊടുക്കുക. ഫലൂഡ മിക്സിനകത്ത് കഷ്കഷ് ഓൾറെഡി ചേരുന്നുണ്ട്, എന്നാലും ചേർത്തതേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഹണിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അന്നേരം നമ്മുടെ മിക്സ് ഫലൂഡ സാലഡ് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഫലൂഡ സാലഡിൽ ഉപയോഗിക്കുന്ന മിക്സാണ്. ഫലൂഡയുടെ മിക്സാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, അത് ചൂടാക്കിയെടുത്ത് പാലിനകത്തിട്ട് നമ്മൾ ആ ഒരു മിക്സ് ചൂടാക്കിയെടുത്തതിന് ശേഷമുള്ളതാണ്. അതിനകത്ത് സേമിയ പിന്നെ എല്ലാം ചേർന്നിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് നമുക്കിതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ആ ഒരു ഫലൂഡ മിക്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ അതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതാണ്. നമ്മൾ തണുപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. വെച്ച് നന്നായിട്ട് തണുക്കുമ്പം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴവും ചേർത്ത് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സാലഡാണ് ഫലൂഡ സാലഡ്. അതിൻ്റെ ഫലൂഡ മിക്സ് മതി. മിക്സ് ചേർത്ത് നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ വെച്ച് ആഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക. ഇതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും നോമ്പ് തുറന്ന് കഴിക്കാനും ഒക്കെ നല്ലതാണ്. താങ്ക് യു.